ട്യൂബ്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ബേസിക് നോളജ് എന്നതാണ്. ഇത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ, മിൽമ തുടങ്ങിയ പരീക്ഷകൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളും ഉത്തരങ്ങളും താഴെ നൽകുന്നു. പാലിന്റെ ഘടനയും സവിശേഷതകളും. 1. പാലിലെ പ്രധാന ഘടകമേത്? ജലം ഏകദേശം 87%. 2. പാലിന് വെള്ളനിറം നൽകുന്ന ഘടകം കസീൻ. 3. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് കരോട്ടിൻ. 4. പാലിന്റെ മധുരത്തിന് കാരണമായ ഘടകം ലാക്ടോസ്. 5. പാൽ ഒരു തരം ലായനിയാണ്. ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എമൽഷൻ. 6. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. 7. പശുവിൻ പാലിന്റെ ശരാശരി ആപേക്ഷിക സാന്ദ്രത എത്ര? 1.0. 2. 8 മുതൽ 1.0. 30 വരെ. 8. എരുമപ്പാലിന്റെ ശരാശരി ആപേക്ഷിക സാന്ദ്രത എത്ര? 1.0. 3. 0 മുതൽ 1.0. 2 വരെ. 9. പാലിന്റെ pH മൂല്യം എത്ര? 6 മുതൽ 6.7 വരെ. നേരിയ അമ്ലഗുണം. 10. പാലിലെ പ്രധാന ധാതു ലവണങ്ങൾ ഏതെല്ലാം? കാൽസ്യം, ഫോസ്ഫറസ്. 11. പാലിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പ്, അയൺ. 12. പാലിലെ കൊഴുപ്പിന്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന പരിശോധന ഗർബർ ടെസ്റ്റ്. 13. പ്രസവിച്ച ഉടനെ പശുവിൽ നിന്ന് ലഭിക്കുന്ന പാലിന്റെ പേര് സീംബാൽ, കൊളോസ്ട്രം. 14. സീംബാലിൽ അടങ്ങിയിരിക്കുന്ന പ്രതിരോധ ഘടകം ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. 15. പാലിന്റെ തിളനില ബോയിലിംഗ് പോയിന്റ് എത്ര? 100.1 ഡിഗ്രി സെൽഷ്യസ്. 16. പാലിന്റെ ഉറയുനില ഫ്രീസിംഗ് പോയിന്റ് എത്ര? -1/2 ഡിഗ്രി സെൽഷ്യസ്. 17. വെള്ള വിപ്ലവത്തിന്റെ പിതാവ് ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ. 18. ദേശീയ പാൽ ദിനമെന്ന്? നവംബർ 26. 19. ലോക പാൽ ദിനം എന്ന്? ജൂൺ 1. 20. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക സഹകരണ പ്രസ്ഥാനം അമുൽ. പാൽ സംസ്കരണം പ്രോസസിംഗ് ഓഫ് മിൽക്ക്. 21. പാലിനെ നിശ്ചിത താപനിലയിൽ ചൂടാക്കി അണുവിമുക്തമാക്കുന്ന രീതി പാസ്ചറൈസേഷൻ. 22. പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ആര്? ലൂയി പാസ്ചർ. 23. പാസ്ചറൈസേഷനിലെ LTLT ലോ ടെമ്പറേച്ചർ ലോങ് ടൈം രീതിയിലെ സമയം 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്. 24. HTST ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം രീതിയിലെ താപനിലയും സമയവും 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ്. 25. പാലിലെ കൊഴുപ്പ് തരികളെ ഒരേ വലുപ്പത്തിൽ ഉടച്ചു ചേർക്കുന്ന പ്രക്രിയ ഹോമോജനൈസേഷൻ. 26. പാലിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അൾട്രാ ഹൈ ടെമ്പറേച്ചർ UHT രീതി എത്ര? 135 ഡിഗ്രി സെൽഷ്യസ് മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് വരെ. 2 മുതൽ 5 വരെ സെക്കൻഡ്. 27. പാസ്ചറൈസേഷൻ നടന്നോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. 28. പാലിന്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ നടത്തുന്ന പ്രക്രിയ സ്റ്റെറിലൈസേഷൻ. 29. പാലിൽ കൊഴുപ്പ് നീക്കം ചെയ്യാതെ വിൽക്കുന്ന പാൽ ഫുൾ ക്രീം മിൽക്ക്. 30. ഫുൾ ക്രീം മിൽക്കിലെ കൊഴുപ്പിന്റെ അളവ് 6%. 31. ടോണ്ട് മിൽക്കിലെ ടോണ്ട് മിൽക്ക് കൊഴുപ്പിന്റെ അളവ് 3%. 32. ഡബിൾ ടോണ്ട് മിൽക്കിലെ കൊഴുപ്പിന്റെ അളവ് 1.5%. 33. സ്കിംഡ് മിൽക്കിലെ കൊഴുപ്പ് എത്രയായിരിക്കും? 0.5% താഴെ. 34. പാലിലെ വെള്ളം ചേർക്കൽ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. 35. പാലിൽ സ്റ്റാർച്ച് ചേർത്തിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധന അയോഡിൻ ടെസ്റ്റ്. പാലുൽപ്പന്നങ്ങൾ മിൽക്ക് പ്രോഡക്ട്സ്. 36. പാലിലെ കൊഴുപ്പ് മാത്രം വേർതിരിച്ചെടുക്കുന്ന ഉൽപ്പന്നം ക്രീം. 37. തൈരുണ്ടാക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ്. 38. പാലിനെ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഫെർമെന്റഡ് ഉൽപ്പന്നങ്ങൾ ഫെർമെന്റഡ് പ്രോഡക്ട്സ്. 39. വെണ്ണയിൽ ബട്ടർ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിന്റെ അളവ് 80%. 40. നെയ്യിൽ G അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിന്റെ അളവ് 99% മുതൽ 99.5% വരെ. 41. നെയ്യുടെ തരിതരിപ്പായ ഘടനയ്ക്ക് കാരണമായ ആസിഡ് പാമറ്റിക് ആസിഡ്. 42. പനീർ ഉണ്ടാക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ആസിഡ് കോഗുലേഷൻ. 43. പനീർ നിർമ്മാണത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് നാരങ്ങാനീര്. 44. ചീസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എൻസൈം റെനെറ്റ്. 45. ഇന്ത്യൻ ഐസ്ക്രീം എന്നറിയപ്പെടുന്നത് കുൽഫി.
46 പാലിലെ വെള്ളം വറ്റിച്ച് ഖരരൂപത്തിലാക്കിയ ഉൽപ്പന്നം. കോവ. കോവ. 47 ബംഗാളി മധുരപലഹാരമായ രസഗുള ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ചേന ചാന. 48 തൈരിൽ നിന്ന് വെള്ളം നീക്കം ചെയ്ത് പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന ഉൽപ്പന്നം. ശ്രീഖണ്ഡ്. ശ്രീഖാന്ത്. 49 തൈര് കടയുമ്പോൾ ലഭിക്കുന്ന ദ്രാവകം. മോര്. ബട്ടർ മിൽക്ക്. 50 കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്ക് നിർമ്മാണത്തിൽ പ്രധാനമായും ചേർക്കുന്നത് പഞ്ചസാര. ഗുണനിലവാര പരിശോധന. ക്വാളിറ്റി കൺട്രോൾ. 51 പാലിൽ മായം ചേർക്കുന്നതിനെ വിളിക്കുന്ന പേര്. അഡൾട്രേഷൻ. അഡൾട്രേഷൻ. 52 പാലിൽ യൂറിയ ചേർത്തിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധന. യൂറിയ ടെസ്റ്റ്. DMAB ടെസ്റ്റ്. 53 പാലിലെ അസിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന രീതി. ടൈട്രേഷൻ. ടൈട്രേഷൻ. 54 പാലിന്റെ ശുദ്ധി അളക്കുന്ന ഏകകം. ഡിഗ്രി ലാക്ടോമീറ്റർ. CLR. 55 പാലിലെ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. SNF. സോളിഡ്സ് നോട്ട് ഫാറ്റ്. 56 പാലിന്റെ ലാക്ടോമീറ്റർ റീഡിങ്ങും കൊഴുപ്പും ഉപയോഗിച്ച് SNF കണക്കാക്കുന്ന സൂത്രവാക്യം ആരുടേതാണ്? റിച്ച്മണ്ട്സ് ഫോർമുല. റിച്ച്മണ്ട്സ് ഫോർമുല. 57 പാലിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള ദ്രുത പരിശോധന. MBRT. മെഥിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. 58 പാലിലെ പഞ്ചസാരയുടെ ലാക്ടോസ് അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പോളാരിമീറ്റർ. 59 പാലിലെ വിറ്റാമിനുകളുടെ അളവ് കുറയാൻ കാരണമാകുന്ന പ്രക്രിയ. അമിതമായ ചൂടാക്കൽ. ഓവർഹീറ്റിംഗ്. 60 പാലിന് ദുർഗന്ധം വരാൻ കാരണമാകുന്ന പ്രധാന രാസപ്രവർത്തനം. ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ. പാൽ സംഭരണവും വിതരണവും. 61 കറന്നെടുത്ത പാൽ എത്ര താപനിലയിൽ സൂക്ഷിക്കണം? 4 ഡിഗ്രി സെൽഷ്യസ് താഴെ. 62 പാൽ ശേഖരണ കേന്ദ്രങ്ങളിൽ പാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. ബൾക്ക് മിൽക്ക് കൂളർ. BMC. 63 ഇന്ത്യയിലെ ആദ്യത്തെ പാൽ സഹകരണ സംഘം എവിടെയായിരുന്നു? കൈറ. ഗുജറാത്ത് മൈനസ്. ഇതാണ് പിന്നീട് അമുലായത്. 64 കേരളത്തിലെ പാൽ ഉൽപാദകരുടെ സഹകരണ പ്രസ്ഥാനം. മിൽമ. മിൽമ. 65 മിൽമയുടെ പൂർണ്ണരൂപം. കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. KCMMF. 66 ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരവികസനം. മിൽക്ക് പ്രൊഡക്ഷൻ. 67 ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച വർഷം. 1970. 68 NDDBയുടെ പൂർണ്ണരൂപം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. 69 NDDBയുടെ ആസ്ഥാനം എവിടെയാണ്? ആനന്ദ്. ഗുജറാത്ത്. 70 കേരളത്തിലെ ആദ്യത്തെ പാൽ പാസ്ചറൈസേഷൻ പ്ലാന്റ് എവിടെയാണ്? മൈനസ് ആലപ്പുഴ. വൈവിധ്യമാർന്ന അറിവുകൾ. 71 പശുവിൻ പാലിലെ മാംസ്യം പ്രോട്ടീൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കസീൻ ആൻഡ് വേ പ്രോട്ടീൻ. കേസീൻ ആൻഡ് വേ പ്രോട്ടീൻ. 72 ഏത് വിറ്റാമിനാണ് പശുവിൻ പാലിൽ ധാരാളമായി ഉള്ളത്? മൈനസ് വിറ്റാമിൻ A. 73 പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കാർബോഹൈഡ്രേറ്റ്. ലാക്ടോസ്. 74 പാലിന് ഒരു നേരിയ മധുരം നൽകുന്നത് ഏത് പഞ്ചസാരയാണ്? ലാക്ടോസ്. 75 മുലപ്പാലിന് ശേഷം ഏറ്റവും ഗുണമേന്മയുള്ള പാൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാലസ് ആട്ടിൻപാൽ. 76 പാവപ്പെട്ടവന്റെ പശു എന്ന് വിളിക്കപ്പെടുന്നത് ആട്. 77 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ നൽകുന്ന എരുമ ഇനം. മുറ. മുറ. 78 കേരളത്തിലെ തനത് പശു ഇനം. പാലസ് വെച്ചൂർ പശു. 79 ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. മൈനസ് ഇന്ത്യ. 80 പാലിലെ കൊഴുപ്പിനെ ലയിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകം. ലെസിത്തിൻ. ലെസിത്തിൻ. സാങ്കേതിക പദങ്ങളും ഉൽപ്പന്നങ്ങളും. 81 പാൽ കറന്നെടുക്കുന്ന രീതിയിൽ ഏറ്റവും ഉത്തമമായത്. ഫുൾ ഹാൻഡ് മിൽക്കിംഗ്. ഫുൾ ഹാൻഡ് മിൽക്കിംഗ്. 82 പാലിന്റെ സാന്ദ്രത കുറയ്ക്കാൻ ചേർക്കുന്ന പദാർത്ഥങ്ങൾ. മൈനസ് വെള്ളം. 83 പാലിന്റെ സാന്ദ്രത കൂട്ടാൻ ചേർക്കുന്ന മായം. സ്റ്റാർച്ച്. ചക്കര. 84 പാൽ കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. നിയമവിരുദ്ധം. ഫോർമാലിൻ. ഫോർമാലിൻ. 85 ഐസ്ക്രീമിൽ ക്രിസ്റ്റലുകൾ ഉണ്ടാകാതിരിക്കാൻ ചേർക്കുന്ന ഘടകം. സ്റ്റെബിലൈസർ. സ്റ്റെബിലൈസർ. 86 വെണ്ണയുടെ ഗന്ധത്തിന് കാരണമായ രാസവസ്തു. ഡയസറ്റൈൽ. ഡയസറ്റൈൽ. 87 പാലിനെ പൊടിയാക്കി മാറ്റുന്ന രീതി. സ്പ്രേ ഡ്രൈയിങ്. സ്പ്രേ ഡ്രൈയിങ്. 88 പാലിലെ പ്രോട്ടീൻ വേർതിരിച്ചെടുത്ത ശേഷം ബാക്കി വരുന്ന തെളിഞ്ഞ ദ്രാവകം. വേ. വേ. 89 കസീൻ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം. റെനിൻ. റെനിൻ. 90 പാലിലെ അമിനോ ആസിഡുകൾ നശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന പ്രക്രിയ. HTST പാസ്ചറൈസേഷൻ. പൊതുവിജ്ഞാനം. ജനറൽ നോളജ്. 91 ക്ഷീരവികസന ബോർഡ് NDDB രൂപീകരിച്ചത് ആരുടെ താൽപര്യപ്രകാരമാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. 92 പാലുൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന സർട്ടിഫിക്കറ്റ്. AGMARK/FSSAI. 93 പാലിന്റെ പോഷകമൂല്യം കുറയാതെ ഉണക്കി സൂക്ഷിക്കുന്ന രീതി. ഫ്രീസ് ഡ്രൈയിങ്. ഫ്രീസ് ഡ്രൈയിങ്. 94
കുതിരപ്പാലിൽ നിന്ന് നിർമ്മിക്കുന്ന ലഹരിയുള്ള പാനീയം കുമിസ്. 95. പശുവിൻ പാലിൽ എത്ര ശതമാനം കൊഴുപ്പുണ്ട് ശരാശരി? 3.5% മുതൽ 4.5% വരെ. 96. എരുമപ്പാലിൽ എത്ര ശതമാനം കൊഴുപ്പുണ്ട് ശരാശരി? 6% മുതൽ 9% വരെ. 97. പാൽ സംഭരിക്കാൻ ഉപയോഗിക്കുന്ന ക്യാനുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മൈസ്, അലുമിനിയം അലോയ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. 98. പാലിന് തിളപ്പിക്കുമ്പോൾ പാടകെട്ടുന്നത് എന്തുകൊണ്ട്? കൊഴുപ്പും പ്രോട്ടീനും. ആൽബുമിൻ ഉണങ്ങുന്നത് മൂലം. 99. പാൽ കറക്കുന്നതിന് മുൻപ് മടി കഴുകാൻ ഉപയോഗിക്കുന്ന ലായനി പൊട്ടാസ്യം പെർമാംഗനേറ്റ്, നേർത്ത ലായനി. 100. കേരളത്തിലെ ഏറ്റവും വലിയ ഡയറി പ്ലാന്റ് എവിടെയാണ്? താരിസ്, തിരുവനന്തപുരം. മിൽമ.